ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷനിൽ ആദ്യം പ്രധാന വാർത്തകൾ. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്മേലുള്ള കരട് വിജ്ഞാപനം ഇറങ്ങുന്നതിൽ അവ്യക്തത. വിജ്ഞാപനത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ല. നടപടി തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന് പരിശോധിക്കണമെന്ന് കമ്മീഷൻ. വിജ്ഞാപനം വൈകിയാൽ വയനാട്ടിൽ സ്വന്തം സ്ഥാനാർത്ഥിയെന്ന് പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി. കരട് വിജ്ഞാപനം വൈകുന്നതിൽ കേരള കോൺഗ്രസിൽ പ്രതിഷേധം. ജനറൽ സെക്രട്ടറിമാരായ ഡോക്ടർ കെ സി ജോസഫ് പാർട്ടി ഭാരവാഹിത്വവും പി സി ജോസഫ് കേരള ഫീഡ്സ് ചെയർമാൻ സ്ഥാനവും രാജിവെച്ചു. കൂടുതൽ നേതാക്കൾ കടുത്ത നിലപാടിലേക്ക്. പി ജെ ജോസഫ് വിഭാഗവും കടുത്ത നിലപാടിൽ. കൊല്ലം സീറ്റിനെ ചൊല്ലി RSP ഇടയുന്നു. NK പ്രേമചന്ദ്രനെ കൊല്ലത്ത് മത്സരിപ്പിക്കാൻ ധാരണ. JSS LDFിനോട് അടുക്കുന്നു. അർഹമായ സ്ഥാനം ലഭിച്ചാൽ LDFുമായി സഹകരിക്കാമെന്ന് ഗൗരിയമ്മ. SJDക്ക് പാലക്കാടോ ആറ്റിങ്ങലോ നൽകാമെന്ന് കോൺഗ്രസ്. TP വധത്തിലെ പാർട്ടി നടപടിയിൽ VSന് ചാഞ്ചാട്ടം. നടപടിയെ സ്വാഗതം ചെയ്ത ആദ്യം പ്രസ്താവന. 1 മണിക്കൂറിനകം വിശദീകരണം. റിപ്പോർട്ട് അപൂർണമെന്നും അന്വേഷണം തുടർന്നാൽ ഇതുപോലെ ഇനിയും നടപടി വേണ്ടിവരുമെന്നും VS. പാർട്ടി പുറത്താക്കിയ KC രാമചന്ദ്രനെ CPM നേതാക്കൾ ജയിലിൽ സന്ദർശിച്ചു. നരേന്ദ്രമോദിയെ കാണാൻ ഗുജറാത്തിലെത്തിയ അരവിന്ദ് കെജ്രിവാളിനെ പോലീസ് തടഞ്ഞു. മുൻകൂർ അനുമതിയില്ലെന്ന് വിശദീകരണം. കെജ്രിവാൾ എത്തിയത് ഗുജറാത്ത് വികസനത്തെക്കുറിച്ചുള്ള 13 ചോദ്യങ്ങളുമായി. മോദിയുടെ അവകാശവാദവും യാഥാർത്ഥ്യവും തമ്മിൽ ബന്ധമില്ലെന്ന് കെജ്രിവാൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തെ ചൊല്ലി LDFിൽ കടുത്ത ഭിന്നത. സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് കൊല്ലത്ത് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് RSP മുന്നറിയിപ്പ് നൽകി. LDF യോഗത്തിൽ നിന്ന് RSP വിട്ടുനിന്നതോടെ RSPയുമായി വീണ്ടും ചർച്ച നടത്താൻ LDF യോഗത്തിൽ തീരുമാനം. രാവിലെ AKG സെന്ററിൽ നടന്ന ചർച്ചയിൽ കൊല്ലം സീറ്റ് നൽകാനാവില്ലെന്ന് വൈക്കം വിശ്വൻ അറിയിച്ചതോടെ RSP കടുത്ത നിലപാട് സ്വീകരിച്ചു. പകരം രാജ്യസഭാ സീറ്റ് പോലുള്ള വാഗ്ദാനങ്ങളൊന്നും മുന്നോട്ട് വെച്ചില്ല. ഇതോടെ കൊല്ലത്ത് വേണ്ടിവന്നാൽ ഒറ്റക്ക് മത്സരിക്കുമെന്ന് നേതാക്കൾ പ്രതികരിച്ചു. ഇക്കാര്യത്തിൽ ഒരു നീതീകരണവുമില്ല. 2 പാർട്ടികൾ തമ്മിൽ സീറ്റുകൾ പങ്കിട്ടെടുത്തതിന് ശേഷം പിന്നീട് ഒരു ഉഭയകക്ഷി ചർച്ചയെന്ന് പറഞ്ഞ് യെസ് ആർ നോ പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങളെ വിളിച്ചത്. അത് ശരിയായ ഒരു നടപടിയല്ല എന്നത് ഇപ്പോൾ ചർച്ചയിൽ ഞങ്ങൾ ഉന്നയിച്ചു. സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് RSP LDF യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. RSPയെ അനുനയിപ്പിക്കുന്നതിനായി വീണ്ടും ഉഭയകക്ഷി ചർച്ച നടത്തുന്നതിന് LDF യോഗം തീരുമാനിച്ചു. ഭാവി നടപടികൾ തീരുമാനിക്കാൻ RSP സെക്രട്ടേറിയറ്റ് യോഗവും സംസ്ഥാന കമ്മിറ്റിയും നാളെ കൊല്ലത്ത് ചേരും. സീറ്റിന് അവകാശവാദവുമായി ജനതാദൾ എസ് നേതാവ് മാത്യു ടി തോമസും വൈക്കം വിശ്വനെ കണ്ടു. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു. സീറ്റ് വേണമെന്നുള്ള വിവരം പറഞ്ഞു. അതിന്റെ ചില കാര്യങ്ങൾ ചർച്ച തുടരാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. CPMും CPIയും സീറ്റുകൾ വിഭജിച്ചെടുത്തുന്ന വിമർശം മാത്യു ടി തോമസ് LDF യോഗത്തിൽ ഉന്നയിച്ചു. വിശദമായ ചർച്ചകൾക്ക് 10-ന് LDF വീണ്ടും ചേരും. ഇതിനു മുമ്പേ RSPയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം തുടരും. മീഡിയ 1 തിരുവനന്തപുരം. KR ഗൗരിയമ്മയും JSSും ഇടതുമുന്നണിയിലേക്ക്. ഇത് സംബന്ധിച്ച ചർച്ചകൾക്കായി മുന്നണി കൺവീനർ വൈക്കം വിശ്വൻ അടക്കമുള്ള ഇടത് നേതാക്കൾ 3 ദിവസത്തിനകം ആലപ്പുഴയിലെത്തും. അർഹമായ സ്ഥാനവും പരിഗണനയും ലഭിച്ചാൽ ഇടതുമുന്നണിയുമായി സഹകരിക്കുമെന്ന് ഗൗരിയമ്മ വ്യക്തമാക്കി. പാർട്ടി ആസ്ഥാനത്ത് ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് ഇടതുമുന്നണിയുമായി സഹകരിക്കാൻ JSS തീരുമാനിച്ചത്. യോഗത്തിനിടയിൽ ഇടതുമുന്നണി കൺവീനർ വൈക്കം വിശ്വൻ ഗൗരിയമ്മയെ ഫോണിൽ വിളിച്ചു. പിന്നീട് ഇരുവരും നടത്തിയ തുടർ ചർച്ചകളിലാണ് മുന്നണി പ്രവേശത്തിന് വഴി തുറന്നത്. ധാരണയനുസരിച്ച് 3 ദിവസത്തിനകം ഇടതു നേതാക്കൾ ഗൗരിയമ്മയെ വസതിയിൽ സന്ദർശിക്കും. ഇതിനുശേഷം JSS സംസ്ഥാന സെന്റർ യോഗം ചേർന്ന് തുടർ നടപടികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. അർഹമായ സ്ഥാനവും പരിഗണനയും ലഭിച്ചാൽ ഇടതുമുന്നണിയുമായി സഹകരിക്കുമെന്ന് ഗൗരിയമ്മ വ്യക്തമാക്കി. LDFിൽ സ്വാഗതം ചെയ്താൽ മാന്യമായ സ്ഥാനവും ഈ ഘടകകക്ഷികളുണ്ടാകുന്ന ഏത് പാർട്ടിയിൽ ചെന്നാലും സംഘടന പല പാർട്ടികൾ ചേർന്നിട്ടാണെങ്കിൽ വലുതും ചെറുതും പാർട്ടിക്കാണെങ്കിലും അതിൻ്റെ അകത്ത് എല്ലാവർക്കും ഒരുപോലെയാണ് അധികാരങ്ങൾ. UDFുമായുള്ള മുന്നണി ബന്ധം അവസാനിപ്പിച്ച ശേഷം സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാനാണ് നേരത്തെ JSS സംസ്ഥാന സമ്മേളനം തീരുമാനിച്ചത്. CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നേരത്തെ ഗൗരിയമ്മയുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയിരുന്നു. തന്നോടൊപ്പം തന്റെ പാർട്ടിയെയും പരിഗണിക്കണമെന്ന ഗൗരിയമ്മയുടെ നിലപാട് മൂലമാണ് അന്ന് ചർച്ചകൾ വഴിമുട്ടിയത്. മീഡിയ 1 ആലപ്പുഴ. കൊല്ലം സീറ്റ് നിഷേധിച്ചതിനെ ചൊല്ലി RSP ഉയർത്തിയ പ്രതിഷേധം ഇടതുമുന്നണിയെയും കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിലെ വിജ്ഞാപനം ഇറങ്ങാത്തതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം ഉയർത്തിയത് ആ പാർട്ടിയിലും അതുവഴി UDFിലും ഉണ്ടാക്കിയ പ്രതിസന്ധി അത് തുടരുകയാണ്. ഈ വിഷയം ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നു. P ശ്രീരാമകൃഷ്ണൻ MLA, CPM നേതാവ്, ഒപ്പം അഡ്വക്കേറ്റ് M ലിജു കോൺഗ്രസ് നേതാവ്, ബിജു ലക്ഷ്മികാന്തൻ RYFിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, മാധ്യമപ്രവർത്തകനായ KJ ജേക്കബ് എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ബിജു ലക്ഷ്മികാന്തനിലേക്ക്. ബിജു ലക്ഷ്മികാന്തൻ, RSPക്ക് കൊല്ലം സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച്
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു. മന്ത്രിസഭയിൽ നിന്ന് അംഗത്തെ പിൻവലിക്കും എന്ന് തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒടുവിൽ മന്ത്രിയെ പിൻവലിക്കുക എന്ന തീരുമാനം പിൻവലിച്ചുകൊണ്ടാണ് RSP LDFിൽ തുടരാനും മന്ത്രിസഭയിൽ തുടരാനും തീരുമാനിച്ചത്. ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന പ്രതിഷേധവും അത്തരം ഒരു പിൻവാങ്ങലിൽ അവസാനിക്കുമോ, അതോ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ, സൗഹൃദ മത്സരം എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമോ? കഴിഞ്ഞ പ്രാവശ്യം എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറിയതുപോലെ ഈ പ്രാവശ്യം അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് CPM നിലനിൽക്കുന്നതെങ്കിൽ അത് മുന്നണി ബന്ധത്തെ കാര്യമായി ബാധിക്കും എന്നുള്ളതാണ് ആ വിഷയത്തെ സംബന്ധിച്ച് പരാമർശിക്കുവാനുള്ളത്. പാർട്ടി ഇപ്പോൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്തതിനു ശേഷം എടുത്തിട്ടുള്ള വളരെ സുചിന്തിതമായിട്ടുള്ള നിലപാടാണ് കൊല്ലം പാർലമെന്റ് സീറ്റിൽ മത്സരിക്കുക എന്നുള്ളത്. അത് ഈ പാർട്ടിയുടെ അഭിമാന പ്രശ്നമാണ്. ആ ഒരു വിഷയം എന്നുള്ളത് കൊണ്ട് പാർട്ടി ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയില്ല. കൊല്ലം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ RSPയുടെ സ്ഥാനാർത്ഥി മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ അർത്ഥമില്ല. പക്ഷേ ഇന്ന് CPMുമായുള്ള ചർച്ചയ്ക്ക് ശേഷം RSP സംസ്ഥാന സെക്രട്ടറി A. അസീസ് പറഞ്ഞത് കൊല്ലത്ത് മത്സരിച്ചേക്കാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമാണ്. അതിനപ്പുറത്തൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. LDF ആകട്ടെ RSPയുമായി ഒരു വട്ടം കൂടി ചർച്ച ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു ഇന്നത്തെ യോഗത്തിന് ശേഷം. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ഒത്തുതീർപ്പിന് RSP തയ്യാറാകുമോ? കൊല്ലം സീറ്റിൽ MA ബേബിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മറ്റൊരു സീറ്റിലും ഇടുക്കി ഒഴിച്ച് ഒരു സീറ്റിൽ പോലും ഇനി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുമില്ല. ആ സാഹചര്യത്തിൽ RSPക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യത തുലവും വിരളവുമാണ്. മുൻകാലങ്ങളിൽ RSPക്ക് കൊല്ലം പാർലമെന്റ് സീറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലും ആ ഘട്ടത്തിലും RSP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രമുഖ നേതാവുമായിരുന്ന സഖാവ് VS അച്യുതാനന്ദൻ അന്ന് പറഞ്ഞിട്ടുള്ളത് സഖാവ് പ്രേമചന്ദ്രൻ മത്സര രംഗത്തുണ്ടാകും എന്നുള്ള പ്രഖ്യാപനം നടത്തിയതിനു ശേഷമാണ് RSPക്ക് സഖാവ് പ്രേമചന്ദ്രനെ പിൻവലിക്കേണ്ടത് വന്നത് എന്നുള്ള സാഹചര്യവും ആണ് ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മടങ്ങിയെത്താം ശ്രീരാമകൃഷ്ണനിലേക്ക്. ശ്രീരാമകൃഷ്ണൻ, ദീർഘകാലമായി മുന്നണിക്കൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി, അവർക്ക് സീറ്റ് നിഷേധിക്കപ്പെടുന്നു. മറ്റ് പാർട്ടികളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് സീറ്റ് അനുവദിക്കുന്നു. ഫിലിപ്പോസ് തോമസിന് സീറ്റ് അനുവദിച്ചിരിക്കുന്നു. ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് എമ്മിൽ നിന്നൊരു വിഭാഗം വിട്ടുവരുമെന്ന പ്രതീക്ഷയിൽ CPM ഒഴിച്ചിടുകയും ചെയ്യുന്നു. എന്നിട്ടും RSPക്ക് ഒരു സീറ്റ് അനുവദിക്കുന്നില്ല എന്നതാണ് അവരുയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ ഒരു അനീതിയില്ലേ? ദീർഘകാലം ഘടകകക്ഷിയായി നിൽക്കുന്ന ഒരു പാർട്ടിയോട് കാട്ടുന്ന അനീതിയല്ലേ അത്? ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ സീറ്റ് വിഭജനം മുഴുവൻ പൂർത്തീകരിച്ചു. പലർക്കും സീറ്റ് അനുവദിച്ചു. ഞങ്ങൾ സ്ഥാനാർത്ഥികളെ എല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തുടങ്ങിയ തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം തെറ്റാണ്. ഞങ്ങൾ സംഘടനയ്ക്കകത്ത് നടത്തിയ ആന്തരികമായ പ്രോസസ്സിന്റെ 1ാം ഘട്ടം പൂർത്തീകരിച്ചിട്ടേ ഉള്ളൂ. അത് ഇനിയും തുടരും. ജില്ലാ കമ്മിറ്റികളിൽ, പാർലമെന്റ് പാർട്ടി കമ്മിറ്റികളിലെല്ലാം ചർച്ച ചെയ്ത് LDFന്റെ അഭിപ്രായമായി രൂപീകരിച്ചതിന് ശേഷം മാത്രമല്ലാതെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അന്തിമമായ തീരുമാനത്തേക്ക് ഞങ്ങൾ എത്തുന്നില്ല. ഇവിടെ RSP കൊല്ലത്ത് മത്സരിക്കാൻ അർഹതയില്ലാത്തൊരു പാർട്ടിയാണെന്നോ, അവർക്കവിടെ വോട്ടുകളില്ലെന്നോ, അവർക്ക് സ്വാധീനമില്ലെന്നോ, പണ്ട് അവർ മത്സരിച്ചിട്ടില്ലെന്നോ എന്നും ഞങ്ങൾ പറയുന്നില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കഴിഞ്ഞ 15 വർഷമായി മത്സരിച്ചുകൊണ്ടിരിക്കുകയും കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ 2 തവണയും വിജയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സീറ്റാണത്. ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ ഒരു സിറ്റിംഗ് സീറ്റ് ഒരു ഘടകകക്ഷിക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് അപ്രായോഗികമാണല്ലോ എന്ന് എല്ലാവർക്കും അറിയാലോ. അതിനപ്പുറം വേറെ ഇതിലൊരു വാശിയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. പിന്നെ RSP ഇതിന്റെ പേരിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് അവരാണ് തീരുമാനമെടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു മുന്നണി രൂപം കൊള്ളുന്നത് കേവലം സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ച് മാത്രമല്ലല്ലോ. ഒരു രാഷ്ട്രീയമായ യോജിപ്പിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു രാഷ്ട്രീയ മുന്നണി രൂപം കൊള്ളുന്നത്. അതിന്റെ ഒട്ടേറെ ഘടകങ്ങളുടെ കൂട്ടത്തിലാണ് സീറ്റ് വിഭജനം എന്ന് പറയുന്നത്. അപ്പൊ സീറ്റ് വിഭജനത്തിനുണ്ടായ തർക്കത്തെ പരിഹാരം മുന്നണി വിട്ടുപോകലാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു നടപടി അവരിൽ നിന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ശ്രീരാമകൃഷ്ണൻ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നണി രൂപപ്പെടുന്നത്. പാർട്ടികൾ യോജിക്കുന്നത് അവർ മുന്നോട്ട് വയ്ക്കുന്ന നയനിലപാടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷേ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ കൂടി ഈ മുന്നണി എന്ന സംവിധാനത്തിന്റെ പ്രതിഫലനം ഉണ്ടാകേണ്ടതല്ലേ? ആ നിലയ്ക്ക് ഒരു മുന്നണിയിൽ നിൽക്കുന്ന പാർട്ടികൾക്ക് അവർ അർഹിക്കുന്നുണ്ടെങ്കിൽ ആ സീറ്റ് നൽകേണ്ടത് തന്നെയല്ലേ? നേരത്തെ RSPക്ക് നൽകിയിരുന്നൊരു സീറ്റാണ് കൊല്ലം.
അത് പിന്നീട് CPM ഏറ്റെടുത്തു. തുടർച്ചയായ മത്സരങ്ങളിൽ വിജയിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ചെയ്തു. അതാണ് VP രാമകൃഷ്ണപിള്ള പറഞ്ഞത്. കഴിഞ്ഞ തവണ CPM തോറ്റ സീറ്റാണത്. ആ അനുഭവം ആവർത്തിക്കും എന്ന് VP രാമകൃഷ്ണപിള്ള സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. കഴിഞ്ഞ തവണ 20 സീറ്റിൽ 14 സീറ്റിലും എല്ലാവരും പരാജയപ്പെട്ടല്ലോ. ആ പരാജയപ്പെട്ട പാർട്ടിക്കാരെല്ലാം ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറായോ? അങ്ങനെ ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ അങ്ങനെ തീരുമാനം എടുക്കാറുണ്ടോ? മത്സരിക്കുന്ന ആളുകൾ പരാജയപ്പെട്ടാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് വേറൊരു പാർട്ടിക്ക് കൊടുക്കലാണോ പതിവ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു സിറ്റിംഗ് സീറ്റാണ് 15 വർഷമായിട്ട്. ഞങ്ങളുടെ മാത്രമല്ല മറ്റു പലരുടെയും. ഇവിടെ RSP ഒരു കാലത്ത് മത്സരിച്ചിരുന്നു. പിന്നെ RSP വ്യത്യസ്ത അഭിപ്രായം വന്നപ്പോൾ രണ്ട് ചേരിയായി മാറുന്ന സമയത്ത് അവരുടെ കൂടി സമ്മതത്തോടു കൂടി LDF ചർച്ച ചെയ്ത് CPI മത്സരിക്കുന്നതാണ് നമുക്ക് പൊതുവെ വിജയിക്കുന്ന നല്ലത്. എല്ലാ ഭാഗത്തിലെ വോട്ടുകൾ സമാഹരിക്കാൻ എന്നതുകൊണ്ട് CPI കൈമാറുകയും കഴിഞ്ഞ 15 വർഷമായിട്ട് 2, 3, 4 തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ മത്സരിക്കുകയും ചെയ്യുന്ന ഒരു സീറ്റ് അപ്രതീക്ഷിതമായിട്ട് വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് കൈമാറുന്നതിലുള്ള പ്രായോഗികമായ ഒരു വൈഷമ്യം ഞങ്ങളെ അലട്ടുന്നുണ്ട്. അതിന്റെ അപ്പുറം മറ്റൊരു പ്രശ്നവും ഇതിലില്ല. അത് RSP നേതാക്കൾക്കും സുഹൃത്തുക്കൾക്കും മനസ്സിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്, മടങ്ങിയെത്താം M. ലിജുവിലേക്ക്. ശ്രീ M. ലിജു, ഇടതുമുന്നണിക്ക് RSP ആണ് തലവേദനയെങ്കിൽ UDF-ന് SJD-ക്ക് ഒരു സീറ്റ് വേണം എന്ന ആവശ്യമുണ്ട്. അത് ഏത് കൊടുക്കും എന്ന പ്രശ്നം നിലനിൽക്കുന്നു. ഒപ്പം കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൽ വിജ്ഞാപനം ഇറങ്ങാത്തതിനെ ചൊല്ലി കേരള കോൺഗ്രസ് M-നകത്ത് നടക്കുന്ന ആഭ്യന്തര കലഹം, ആ കേരള കോൺഗ്രസ് M-മായി എന്ത് ധാരണകളിൽ എത്താനാകും എന്ന് തീരുമാനിക്കാതെ കോൺഗ്രസിന് സീറ്റുകൾ തീരുമാനിക്കാനാവാത്ത പ്രശ്നം, ഇതൊക്കെ നിലനിൽക്കുന്നു. ചെറു പാർട്ടികളെ അനുനയിപ്പിക്കാൻ വലിയ പാർട്ടികൾക്ക് സാധിക്കാതെ വരുന്നു പല കാരണങ്ങളാൽ. ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇന്ന് SJD-യുമായി ചർച്ച ആരംഭിച്ചു. അടുത്ത ദിവസങ്ങളിൽ അന്തിമ തീരുമാനമുണ്ടാകും. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, കേരള കോൺഗ്രസിന്റെ കമ്മിറ്റി ഇന്ന് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ ചില വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളൊക്കെ തന്നെ അവർ ചർച്ച ചെയ്തതിനാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിപ്പോ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ആവശ്യം ഉൾപ്പെടുത്തി കേരളം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ പരിഗണിച്ച് മറ്റ് ഒരു സംസ്ഥാനത്തിനും കൊടുക്കാത്ത പ്രത്യേക പരിഗണന നൽകി കരട് വിജ്ഞാപനം തയ്യാറായി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ തീരുമാനത്തിനായി അത് കാത്തിരിക്കുകയാണ്. അത് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി വേണം. അപ്പൊ ഇതൊക്കെ പരിഗണിക്കുമ്പോൾ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഐക്യജനാധിപത്യ മുന്നണിയെ ബാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ശ്രീ ലിജു, ഇതൊക്കെ പറയുമ്പോൾ തന്നെ കേരള കോൺഗ്രസ് M-ൽ നിന്ന് സർക്കാർ സ്ഥാനങ്ങൾ രാജിവെക്കുന്നു. മാണി തന്നെ പറയുന്നു കർഷക താല്പര്യമാണ് പാർട്ടിക്കുള്ളത്, അതിലപ്പുറം പ്രത്യേക താല്പര്യം ഏതെങ്കിലും നേതാക്കൾ പ്രകടിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞതിന് തൊട്ടുപിറകെ സർക്കാർ സ്ഥാനങ്ങൾ രാജിവെച്ചുകൊണ്ട് കേരള കോൺഗ്രസ് M-ലെ നേതാക്കൾ രംഗത്ത് വരുന്നുണ്ട്. ചെറുതല്ല പ്രതിസന്ധി. ഉന്നതാധികാര സമിതി യോഗം 2 തവണ കേരള കോൺഗ്രസ് M മാറ്റിവെച്ചു. വിജ്ഞാപനം വരും എന്ന് പ്രതീക്ഷിച്ച് വിജ്ഞാപനം വരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് പേരിനെങ്കിലും യോഗം ചേരാൻ തീരുമാനിച്ചത്. അല്ല, കേരള കോൺഗ്രസിന് നേതൃത്വം നൽകുന്നത് ശ്രീ മാണി സാറിനെ പോലെ PJ ജോസഫിനെ പോലെയുള്ള വളരെ പ്രകൃതനായ നേതാക്കളാണ്. അപ്പൊ ആ പാർട്ടികളുടെ എന്തെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ശേഷിയുള്ളവരാണ് നേതാക്കന്മാർ. പിന്നീട് ഈ കരട് വിജ്ഞാപനത്തിന് വേണ്ടി അവരുടെ യോഗങ്ങൾ വിട്ടുവെച്ചു എന്നത് ഒരു സ്വാഭാവികമായ കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് മലയോര വേണ്ടി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ കസ്തൂരിരംഗൻ കമ്മീഷൻ റിപ്പോർട്ടിനനുബന്ധിച്ച് പുറത്തിറങ്ങുന്ന വിജ്ഞാപനം അവരുടെ രാഷ്ട്രീയത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ്. അപ്പൊ അത് ഇന്നലെ കരട് വിജ്ഞാപനം ഉണ്ടാകും അല്ലെങ്കിൽ ഇന്ന് പുറത്തിറങ്ങുന്നൊക്കെ വാർത്തകളൊക്കെ സാധിച്ചിട്ട് അത് വിട്ടുവെച്ചതിന് ആ പശ്ചാത്തലത്തിലുള്ള സ്ഥാനങ്ങൾ അത് എനിക്ക് ഒരു തെറ്റായി പറഞ്ഞുകൂടാ. എനിക്കിതിനകത്ത് പറയാനുള്ളത് ഐക്യജനാധിപത്യ മുന്നണിയിലെ മുഖ്യ രാഷ്ട്രീയ പാർട്ടി, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, കേരള കോൺഗ്രസ് ആയിക്കോട്ടെ, മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, ഈ പാർട്ടികളുടെ നേതാക്കന്മാർ പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പരിചയമുള്ള എല്ലാ പ്രതിസന്ധികളെയും മുൻകാലങ്ങളിൽ അതിജീവിക്കുവാനും ഇനിയും അതിജീവിക്കാൻ കഴിയുന്ന നേതാക്കന്മാരാണ്. റൈറ്റ്, M. ലിജു, മടങ്ങിയെത്താം താങ്കളിലേക്ക്. KJ ജേക്കബ്, മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തിലേക്ക്. ശ്രീ KJ ജേക്കബ്, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പലകുറി ആവർത്തിക്കപ്പെട്ടതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനതാദൾ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തേക്ക് പോയത് അവർക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിലായിരുന്നു. അന്ന് RSP പ്രതിഷേധിച്ചിരുന്നു. പക്ഷേ
അതിനപ്പുറത്ത് RSPക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. UDFലും ഇത്തരം തർക്കങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. മുന്നണി രാഷ്ട്രീയത്തെ, വോട്ട് രാഷ്ട്രീയത്തെ ഇത് ഏതെങ്കിലും തരത്തിൽ, തിരഞ്ഞെടുപ്പുകളെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചതായി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഈ തിരഞ്ഞെടുപ്പിൽ ഇത് ഏതെങ്കിലും വിധത്തിൽ ബാധിക്കും എന്ന് താങ്കൾ കരുതുന്നു?